ഇന്ത്യയിലെ മറ്റു നഗരങ്ങൾ പോലെ എന്റർടൈൻമെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നഗരമല്ല ചെന്നൈ. വീക്കെൻഡ് ആയാൽ മെറീനയും ബെസന്റ് നഗറും മാളും മാത്രം പോയി മടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്കാണ് കത്തിപ്പാറ അർബൻ സ്ക്വയർ തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ പല കുടുംബങ്ങളുടെയും സായാഹ്നം മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ് കത്തിപ്പാറ അർബൻ സ്ക്വയർ എന്ന് പറയാം. നമുക്കൊന്ന് പോയി കണ്ടാലോ? സമയം രാത്രി 11. ഇത് ഇക്കാട്ടുതെങ്കൽ ഗിണ്ടി റോഡ്. ഇവിടുന്ന് കുറച്ച് നടന്നാൽ കത്തിപ്പാറ ഫ്ലൈ ഓവറിന് കീഴെ 54,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായി കാണുന്ന ഈ ഏരിയയാണ് കത്തിപ്പാറ അർബൻ സ്ക്വയർ. ഞാൻ ഫുഡ് കോർട്ട് താണ്ടി ചുറ്റും നടക്കുന്നതെല്ലാം നോക്കി മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് ജനക്കൂട്ടം പിരിഞ്ഞു പോകുന്നത് കാണുന്നത്. എന്താണെന്നറിഞ്ഞപ്പോൾ ഒരു നഷ്ടബോധം. ഒരു ലൈവ് ഷോ കുറച്ചുകൂടെ മുന്നേ വന്നിരുന്നുവെങ്കിൽ അതും കൂടെ വീഡിയോയിൽ പകർത്താമായിരുന്നു. സാരമില്ല. ഇനി കത്തിപ്പാറയുടെ ചെറിയ ചരിത്രത്തിലേക്ക് പോയിട്ട് വരാം. വർഷം 2008. എയർപോർട്ട്, ആളന്തൂർ, അണ്ണാസാലെ, ഗിണ്ടി, അശോക് നഗർ, വടപ്പളനി എന്നീ ഭാഗത്തേക്ക് വരുന്നവർക്കും പോകുന്നവർക്കും കത്തിപ്പാറ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. മണിക്കൂറോളം കത്തിപ്പാറ ട്രാഫിക്കിൽ കിടന്ന് ജനങ്ങൾ ദുരിതം അനുഭവിച്ചു. ഇതിനൊക്കെ പരിഹാരമെന്നോണം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി ജനങ്ങൾക്ക് മുന്നിലേക്ക് കത്തിപ്പാറ ഫ്ലൈ ഓവർ തുറന്നു കൊടുക്കുന്നു. ക്ലോവർ ലീഫ് ഡിസൈനിൽ പണിതീർത്ത ഈ ഫ്ലൈ ഓവർ കാണാൻ മനോഹരം. അതുവഴി പോകുന്നവർക്ക് ട്രാഫിക്കിൽ നിന്ന് ആശ്വാസം. 54,000 സ്ക്വയർ ഫീറ്റിൽ പണിതീർത്ത ഫ്ലൈ ഓവറിന്റെ കീഴ്ഭാഗം ചുമ്മാ കിടക്കരുതല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് കത്തിപ്പാറ അർബൻ സ്ക്വയർ എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ചെന്നൈ മെട്രോയുമായി ചേർന്ന് പൂർത്തിയാക്കിയ കത്തിപ്പാറ അർബൻ സ്ക്വയർ ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ 2021 ഉദ്ഘാടനം ചെയ്തു. വളരെ പോപ്പുലറായ ഫുഡ് ബ്രാൻഡ്, സിറ്റിംഗ് ഏരിയ, സെൽഫി സ്പോട്ട്, ഫുഡ് സ്ട്രീറ്റ്, ഗെയിം സോൺ, ഓപ്പൺ തിയേറ്റർ, പാർക്കിംഗ് ഫെസിലിറ്റി, ഷോപ്പിംഗ് ഏരിയ ഇവ കൊണ്ട് സമ്പൂർണ്ണമാണ് കത്തിപ്പാറ അർബൻ സ്ക്വയർ. ജനങ്ങൾക്ക് അത്യാവശ്യം എന്നതിലുപരി എന്റർടൈൻമെന്റിനും ഒരു ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നു എന്നത് പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. ശരിയല്ലേ? ഇനി ഇതൊക്കെ ഒന്ന് നടന്നു കാണാം. ലേഡീസ് ജുവൽസ് ഏരിയയിൽ പെൺകുട്ടികൾ. പിന്നെ ഒന്ന് പറയാമല്ലോ, ഇവിടെ എല്ലാത്തിനും കാശ് കൂടുതലാണ്. ഇതേ സാധനം ടി നഗർ പോയാലോ? ഇതിൻ്റെ പകുതി കാശിന് കിട്ടും. ചിൽഡ്രൻസ് പാർക്കിൽ ആള് കുറവാണെങ്കിലും ടോയ് ട്രെയിൻ ഓടിക്കുന്നുണ്ട്. നല്ല കാര്യം. മാളുകളിൽ ഉള്ളതുപോലെ ഒരു ഗെയിം സോൺ. ഈ സമയത്തും ഓപ്പണിലിരിക്കുന്നത് കൊണ്ട് കയറി കാണുന്നു എന്നതൊഴിച്ചാൽ ആരും കാശ് കൊടുത്ത് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് വെളിയിൽ വന്ന് ഈ പുൽത്തകിടിയിൽ കുറച്ചു നേരം ഇരുന്നു. അപ്പോഴാണ് ആകാംക്ഷ ഉളവാക്കുന്ന രീതിയിൽ ഇത് കണ്ടത്. അതിൽ നിന്നും വീഴാതെ ഈ ചെറുപ്പക്കാരൻ എത്ര നേരം അവിടെ പിടിച്ചിരിക്കുമെന്ന് കാണണമെന്ന് ഞാനും വിചാരിച്ചു. എന്നാ നാടോടി പോട്ടെ, അടുത്ത ഒരു ചുറ്റലിൽ കാണാം.